ഹായ്, നമ്മളൊരു 10 ദിവസം മുന്നേ, എക്സാക്റ്റ് ഒരു 10 ഡേയ്സ് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നതിൻ്റെ ഇങ്ങനത്തെ ഡാർക്ക് സ്പോട്ടുകൾ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രക്തചന്ദനം, മഞ്ഞൾ, തേൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇവിടെ നമ്മളിപ്പോൾ UK-യിലായതുകൊണ്ട് തന്നെ നമുക്ക് രക്തചന്ദനവും മഞ്ഞൾ കിട്ടും. മഞ്ഞപ്പൊടിയാണ് കിട്ടണത്, ഫ്രഷ് ആയിട്ടുള്ളതൊന്നും കിട്ടണില്ല. തേനും കിട്ടും, പക്ഷെ രക്തചന്ദനം ഒന്നും കിട്ടാനില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ പിന്നെ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടാൽ മതി, അത് തന്നെ പൊക്കോളുന്ന്, നമ്മളതിന് മൈൻഡ് ചെയ്യേണ്ടിരുന്നാൽ മതി എന്ന്. ശരിയായിരിക്കും, ഇതൊക്കെ തന്നെ ഫെയ്ഡായി പോണതായിരിക്കും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് ഇതിങ്ങനെ മുഖത്ത് വെച്ചിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ. എന്ന് വെച്ചാൽ കുറച്ചൊന്നല്ല വന്നായിരുന്നേ, ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ ഒരു 2 പ്രൊഡക്ട്സ് ഒരുമിച്ചും മോയ്സ്ചറൈസർ കൂടാണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് സ്കിന്ന് ഡെഡായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ടാൽ അറിയാൻ കണ്ട അതിങ്ങനെ പീലായി പോകുന്നുണ്ട്. ഈ വൈറ്റ് കളർ അത് പീലായി പോണതാണ്. അത് നൈറ്റ് ഇടുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെയാണ്. അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് മാറ്റമുണ്ട്. മുന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെറ്റിമത്തൊക്കെ ഡാർക്ക് സ്പോട്ട് അത്യാവശ്യം നന്നായി ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ പോകാനുണ്ട്. കുറച്ച് പാടൊന്നുമല്ല വന്നിപ്പോൾ, 1-2 പാടൊക്കെ ആണെങ്കിൽ നമുക്ക് വിടായിരുന്നു. പക്ഷേ ഇത്രയും അധികമായതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കുറച്ച് നാളും കൂടി യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം റിസൾട്ട് നല്ല രീതിക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലല്ലേ നമ്മളതൊക്കെ പ്രൊമോഷനല്ല പറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് നോക്കാം.